നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. മലയാള സിനിമയുടെ സ്വന്തം ഇന്നസെന്റിനെയാണ് കഴിഞ്ഞയാഴ്ച നമ്മൾ കണ്ടത്. നമ്മുടെ പ്രിയ ഇന്നസെന്റുമായിട്ടുള്ള വർത്തമാനം ഈ എപ്പിസോഡിലും തുടരുകയാണ്. ഇന്നസെന്റ് ഏട്ടന് സിനിമയിലൂടെ മാത്രമല്ല പ്രേക്ഷകരെ കയ്യിലെടുക്കാനുള്ള വശം. ഇപ്പോൾ താങ്കളിപ്പോൾ സ്ഥാനാർത്ഥിയായിട്ട് ജനങ്ങളെ കയ്യിലെടുത്തുകൊണ്ടിരിക്കുകയാണ്. കയ്യിലെടുക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ സ്നേഹം സമ്പാദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതല്ലാതെ നേരിട്ട് പ്രേക്ഷകരുമായിട്ട് സംവദിക്കാനുള്ള ഒരു കഴിവും കൂടിയുണ്ട്. താങ്കളുടെ പ്രസംഗങ്ങൾ, താങ്കളുടെ സംഭാഷണങ്ങൾ, ടെലിവിഷൻ അഭിമുഖങ്ങൾ, പത്രസമ്മേളനങ്ങൾ, അമ്മയിൽ നടത്തുന്ന താങ്കളുടെ പ്രസംഗങ്ങൾ, എന്തിനേറെ സ്റ്റേജ് ഷോ പോലും, ഒരു സ്റ്റേജിലുള്ള താങ്കളുടെ പ്രസൻറ്റേഷൻ പോലും മുമ്പിലുള്ള പ്രേക്ഷകരെ താങ്കളിലേക്ക് അടുപ്പിക്കുന്നതാണ്. വേണം ഒരു സാമ്പിൾ ഞാൻ കാണിച്ചു തരാൻ വേണമെങ്കിൽ, ചെറിയൊരു സാമ്പിൾ. എൻ്റെ കഥ ആരംഭിക്കുകയായി. അങ്ങനെ ഇല്ല, കണ്ടോ, ഇവരെയൊക്കെ കാണിക്കുകയാണിത്. അങ്ങനെ ഒരു ജന്മം താങ്കൾക്കുണ്ടായിരുന്നു. വളരെ സീരിയസ് ആയിട്ടാണ് കാതികൻ. എന്നാലും കാതികനൊരു ബുദ്ധി കുറവുണ്ടെന്നുള്ളത് മനസ്സിലാവുന്നുണ്ട്. ഈ കഥ പരമൻ പത്തനാപുരം എന്ന് പറയുന്ന എനിക്കൊരു സുഹൃത്തുണ്ടായിരുന്നു. ഇപ്പം അയാൾ എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല. മധുരയിലാണ് എന്ന് പറയുന്ന കേട്ടു. ഹോമിയോ ഡോക്ടറാണ്. പരമൻ പത്തനാപുരം പണ്ടങ്ങാണ്ട് കഥാപ്രസംഗം പറയാൻ പോയി കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ ആലിൽ കെട്ടി ഇട്ടു എന്നാണ് ഞാൻ കേട്ടത്. കാരണം കഥയിൽ സ്വല്പം സെക്സ് കൂട്ടി. സ്വല്പം സെക്സ് കൂട്ടിയപ്പോൾ ആളുകളൊക്കെ ചിരിച്ചു. അപ്പോൾ കുറച്ചും കൂടി കൂടുതൽ കൂട്ടി. അവസാനം അവർ പിടിച്ച് കെട്ടിയിട്ടോ. അത്ര ഞാൻ കേട്ടിട്ടുള്ളതാണ്. ഇതൊക്കെ സത്യമാവണമെന്നില്ല. എന്തായാലും എനിക്ക് പരമൻ പത്തനാപുരം എനിക്ക് എൻ്റെ സുഹൃത്താണ്. എനിക്ക് നല്ല ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ ആ പരമൻ പത്തനാപുരം എന്നുള്ള പേര് ഈ കാതികന് ഇടുക എന്നുള്ളതൊക്കെ ഇതായിരുന്നു. ആദ്യത്തെ ഷോ ഗൾഫിൽ കഴിഞ്ഞപ്പോൾ ഈ മോഹൻലാലും ഇവരൊക്കെ നെടുമുടി വേണുമൊക്കെ പറഞ്ഞു, എവിടെയോ ഒരു കുഴപ്പമുണ്ട്, നമുക്ക് ഇന്നസെൻറ്റ് ഒരു ഉഷാറല്ല. അപ്പോൾ ആ ആദ്യത്തെ ഷോയിൽ ഈ കഥാപ്രസംഗം ഇല്ല. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ വീട്ടിൽ തമാശയ്ക്ക് എൻ്റെ സഹോദരിമാരും എൻ്റെ അപ്പനും അമ്മയും ഒക്കെ ഉള്ള കാലത്ത് പണ്ട്, ശരിക്കും പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് മരിച്ചുപോയ എൻ്റെ ഒരു സുഹൃത്ത് TC നാരായണൻ, അദ്ദേഹത്തിൻ്റെ ഓലക്കുടിലിൽ വെച്ചിട്ട് അദ്ദേഹം പറഞ്ഞു തന്ന വരികളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനൊരു സംഭവം എൻ്റെ കയ്യിലുണ്ട്, കഥയിലേക്ക് പോവില്ല, ഈ ഓല 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 എന്ന് പറഞ്ഞ് നിൽക്കുള്ള തുടങ്ങട്ടെ തുടങ്ങി കഴിഞ്ഞ് ഇവരങ്ങോട്ട് ചിരി തുടങ്ങി. അങ്ങനെ അന്ന് സെക്കൻഡ് ഷോന് ഈ കഥാപ്രസംഗം നമ്മൾ സ്റ്റേജിൽ തട്ടേ കയറ്റി കഴിഞ്ഞതിന് ശേഷം ഇതൊരു ഭയങ്കര സംഭവമായിട്ടും താങ്കൾ ആ ഷോയെ രക്ഷപ്പെടുത്തി. അല്ല, ആ ഷോയിൽ ഇത് ഇപ്പോഴും നമ്മൾ ആ ഓഡിയൻസിനെ കാണിക്കുമ്പോൾ കാണാം, അവരൊക്കെ തല കുത്തി നിന്ന്. ആ പാട്ടൊക്കെ ഓർമ്മയുണ്ടോ? എനിക്ക് ഓർമ്മയുണ്ട്. ഒരു 2 വരി നോക്കി. ഓലയാൽ മേഞ്ഞൊരു കൊമ്പു ഗ്രഹത്തിൻ്റെ കോലായിൽ നിന്നൊരു കോമളാങ്കി. ഓല എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളൊരു പക്ഷെ വിചാരിച്ചു കാണും അത് കൈതോലയാണെന്ന്. സത്യത്തിൽ ഇത് കൈതോലയല്ല, പിന്നെയോ സാക്ഷാൽ തെങ്ങിൻ്റെ ആ ഒലയാൽ മേഞ്ഞൊരു കൊമ്പു ഗ്രഹത്തിൻ്റെ കോലായിൽ നിന്നൊരു കോമളാങ്ങി. സാധാരണ നാടൻ ചാരവും ചാണവും ഇട്ട് വളർന്നു വന്ന പുഷ്ടിമയുള്ള തെങ്ങിൻ്റെ ആ ഒലയാൽ തന്നെ ഈ ഓല എങ്ങനെ ഓല വെച്ചൊരു കളി കളിച്ചു. അതാണ് ഓലയുടെ ഈർക്കിളി വെച്ച ആൾക്കാരെ, പ്രേക്ഷകരെ കോർത്തെടുത്തു. അതെ. താങ്കളുടെ കരവിരുതും സിദ്ധികളും കഴിവുകളും ഇവിടെ അവസാനിക്കണില്ല. ഞാൻ വേറെ കാണിച്ചു തരാം. സാഹസങ്ങൾ, ആ പാട്ട് പാടാനുള്ള സാഹസം കൂടെ കാണിച്ചു. നല്ല പേടിയുണ്ടായിരുന്നു. ഞാനേ ഈ ബാക്കിലുള്ള ആള് വേറെ വലിയൊരു ഇന്ത്യയിലെ ഏറ്റവും വലിയ നർത്തകന്റെ കൂടെ നൃത്തം ചെയ്താൽ അവന്റെ നൃത്തം തെറ്റും. അത്രയും ഭയങ്കരനാണ്. അപ്പൊ ഈ പാട്ട് നമ്മുടെ ജോൺസൺ മാഷാണ് ഈ പാട്ട് ട്യൂൺ ചെയ്തത്. ആ പാട്ട് പാടാനുള്ള ധൈര്യം കാണിച്ചു. വന്നു. ധൈര്യം ഈ പറഞ്ഞ പോലെ നമുക്ക് നന്നായിട്ടുണ്ട്. പക്ഷെ ഈ ഡാൻസിന് പറ്റിയ പാട്ട് തന്നെയായിരുന്നു അത്. ആണല്ലേ? നീ ഈ പാട്ട് ഞാൻ അധികം എൻ്റെ വണ്ടിക്കകത്ത് വെക്കാറില്ല. ഇല്ല, വേറെ ഒന്നുമില്ല. താങ്കളുടെ വേറെ പാട്ടുകളുണ്ടല്ലോ. വേറെയും പാട്ടുകളുണ്ട്, നല്ല പാട്ടുകളുണ്ടല്ലോ. സിനിമയല്ലാതെ പുറത്ത് പാടിയിട്ടുണ്ടല്ലോ താങ്കൾ? അല്ല, സിനിമയ്ക്കകത്ത് പാടിയിട്ടുണ്ട്. വേറെയും പാട്ടുകൾ പാടിയിട്ടുണ്ട്. സാന്ദ്രം എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് പാടിയിട്ടുണ്ട്. അല്ല, ഞാനത് കാറിലൊന്നും വയ്ക്കാത്തത് മക്കൾക്ക് ഇഷ്ടമല്ല, വൈഫിനും അത്ര താല്പര്യമില്ല.
അവർക്ക് കുറേശ്ശെ തിരിച്ചറിവ് വന്നു തുടങ്ങി എന്നൊരു സംശയം. ഈ സമയത്തൊക്കെ ഇതിൻ്റെ കാശ് കിട്ടണാണ്ട് വലിയ കുഴപ്പമുണ്ടായില്ല, മേടിച്ച് തിന്നവരാ. അത് കഴിഞ്ഞിട്ട് ഇപ്പം എന്നോട് പറഞ്ഞേ, ഈ പാട്ട് വയ്ക്കരുത് കേട്ടോ, യേശുദാസിൻ്റെ ജയചന്ദ്രൻ്റെ നല്ല നല്ല പാട്ടുകളുണ്ട്, അങ്ങനത്തെ കാശിൽ കിട്ടാനില്ലേ. അതുകൊണ്ട് ഞാൻ നിർത്തി വെച്ചത്. ഞാൻ തന്നെ പറഞ്ഞത് അത് വേറെ ആളെ കൊണ്ട് പാടിക്കുക എന്നൊക്കെ പറഞ്ഞതാണ്. പക്ഷെ അവർ പറഞ്ഞു നിങ്ങൾ പാടിക്കോളൂ. പിന്നെ ഒരു പ്രത്യേക സമയത്ത് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അത് ഓക്കെ ആയി പോകും, അത്രയേ ഉള്ളൂ. അല്ല, ആ കാലഘട്ടത്തിലും ഒരുപക്ഷെ ആ സിനിമയുടെ പൂർണ്ണതകളിലൊന്നാണ് താങ്കളുടെ പാട്ടും. താങ്കൾ ആ മാമുക്കോയും താങ്കളും കൂടെ ചേർന്നുള്ള ആ കോപ്രായം കൂടി ഉണ്ടായപ്പോണ്ടല്ലോ, ആ പാട്ടിന് നല്ല ഈണം കൊഴുപ്പ് കിട്ടി. മികച്ച സംഘാടകൻ ശ്രീ ഇന്നസെന്റ്. ഇന്ന് കേരളത്തിൽ ഏറ്റവും നല്ല സംഘാടകരുടെ പട്ടിക എടുത്തു കഴിഞ്ഞാൽ അതിൽ ആ പട്ടികയിൽ ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്ത് താങ്കൾക്ക് വരും. ഞാൻ പറഞ്ഞതല്ല, ഒരുപക്ഷെ താങ്കളുടെ സംഘടനാ പാടവത്തെ നന്നായി അറിയാവുന്ന ആൾക്കാർ തുറന്നു പറയുന്നൊരു കാര്യമാണ്. നോക്കാം ഒരാൾ പറയുന്നതാണ്. ഇന്നസെൻ്റ് ഏട്ടന് പകരം വയ്ക്കാൻ മറ്റൊരാളില്ല എന്ന് അമ്മയിലെ പ്രധാന ആൾക്കാരെല്ലാം എപ്പോഴും പറയാറുമുണ്ട്. കാരണം ആ സംഘടനയെ ഇത്രമാത്രം ഒരുമയോടെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഇന്നസെൻ്റ് ഏട്ടൻ വഹിക്കുന്ന പങ്ക് വളരെ വലുതുമാണ്. ഫെഫ്കയുടെ ഭാരവാഹിയായിട്ട് ഞാൻ വന്ന ശേഷം ആദ്യത്തെ ഒരു ടേം കഴിഞ്ഞ ശേഷം അതിൽ നിന്നും പിന്മാറാൻ ഞാൻ ആഗ്രഹിച്ചപ്പോഴും പിന്നീട് പല പ്രാവശ്യവും ഈ ഭാരവാഹിത്വത്തിൻ്റെ ചുമതലയിൽ നിന്നും ഉത്തരവാദിത്തത്തിൽ നിന്നും മാറുവാൻ ഞാൻ ആഗ്രഹിച്ചപ്പോഴൊക്കെയും എന്നെ അതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ഇന്നസെൻ്റ് ഏട്ടൻ നേരിട്ട് എന്നെ വിളിക്കുകയും അത്തരത്തിലുള്ളൊരു തീരുമാനം ഉപേക്ഷിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. ഞാനതനുസരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഇന്നസെൻ്റ് ഏട്ടനോട് ചോദിക്കട്ടെ, ഇന്നസെൻ്റ് ഏട്ടൻ ഇങ്ങനെ ഇലക്ഷനിൽ നിന്ന് ജയിച്ച് ഒരു MP ആയിക്കഴിഞ്ഞാൽ ഇന്നസെൻ്റ് ഏട്ടൻ അമ്മേനെ വഴിയാധാരമാക്കുമോ? ഒരാളും കൂടി ഇങ്ങനെ വെമ്പിതിപ്പുണ്ട്, ആരാ ചോദിച്ചേ അടങ്ങുന്നുള്ളതാണ്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ്. വരട്ടെ. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അതിന് വേണ്ടിയിട്ട് 23-ാം തീയതി അദ്ദേഹം മീറ്റിംഗ് വെച്ചിരുന്നത്. ശരി, വെയിറ്റ് സുരേഷ് ജയിച്ച് വരട്ടെ എന്നിട്ട് അതിൻ്റെ മീറ്റിംഗ് നടത്താം എന്നും പറഞ്ഞ് അദ്ദേഹം ആ മീറ്റിംഗ്, നേരത്തെ വെച്ചിരുന്ന മീറ്റിംഗ് പോസ്റ്റ്പോൺ ചെയ്തു. അപ്പോൾ അത്ര ഒരു കോൺഫിഡൻസും സ്നേഹവുമാണ് എന്നോട് അദ്ദേഹത്തിനുള്ളത്. അതൊരിക്കലും മറക്കാനൊക്കില്ല. ഞാൻ എന്നും അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. സിനിമാ രംഗത്തെ രണ്ട് പ്രഗത്ഭരാണ്. പക്ഷെ സിബി ചോദിച്ചൊരു ചോദ്യമുണ്ട്, ജയിച്ച് പാർലമെന്റിൽ പോകുമ്പോൾ അമ്മയെ വഴിയാധാരമാക്കുമെന്നുള്ളത്. ഇല്ല. ഇനിയിപ്പോൾ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞു മാറി നിന്നാലും അതിനൊരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ ഉണ്ടാവും. എന്തായാലും താങ്കളെ ഒഴിയാൻ അവർ സമ്മതിക്കും തോന്നുന്നില്ല. ഒരുപക്ഷെ ഒരു MP അമ്മയുടെ പ്രസിഡൻ്റായി ഇരിക്കുക എന്ന് പറയുന്നത് അവർക്കും വലിയ കാര്യമല്ലേ? അല്ല, അപ്പം നമ്മൾ തന്നെ ഗണേശൻ തന്നെ അന്ന് ജയിച്ചു വന്നതിന് ശേഷം ഗണേശൻ നമുക്ക് രാജിക്കത്ത് തന്നു. നമ്മൾ പറഞ്ഞു അത് കയ്യിൽ വെച്ചോളാൻ പറഞ്ഞു. കാരണം അങ്ങനെ അയാൾ ഒഴിഞ്ഞു പോകേണ്ട കാര്യമില്ല എന്ന് വിചാരിച്ചിട്ട് അതുപോലെ എന്നെ അവിടെ ഇരുത്തണം എന്നല്ല ഞാൻ പറയണത്. ഇനിയും വേറെ വല്ലവരൊക്കെ വന്ന് ആയിക്കഴിഞ്ഞാൽ അവരുടെയും മിടുക്കുകളും കാര്യങ്ങളൊക്കെ നമ്മൾ കാണണം. പിന്നെ ഈ സംഘാടകൻ ഞാനിങ്ങനെ കൊണ്ട് നടക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനകത്ത് കുറച്ച് പണം ഉണ്ടായിപ്പോയി, കുറേ ആൾക്കാരെ സഹായിക്കണം, അത് മുഴുവനും എൻ്റെ ഒരു കഴിവെന്നല്ല. നമ്മൾ പറയുന്നത് കേൾക്കുന്ന, അനുസരിക്കുന്ന നമ്മുടെ കൂടെ എല്ലാവരും ഉണ്ട് എന്നുള്ളതാണ്. താങ്കൾ പറയുന്നതുകൊണ്ടാണ് അത് കേൾക്കപ്പെടുന്നതെന്നുള്ള കാര്യം കൂടി താങ്കൾ ശ്രദ്ധിക്കണം. എനിക്ക് അത് അല്ല ഉണ്ടാവാം. എന്തായാലും താങ്കളുടെ ആ നേതൃപാടവം ഇനിയും തുടരട്ടെ, മറ്റു രംഗങ്ങളിൽ കൂടി ആ നേതൃപാടവത്തിൻ്റെ ഗുണം കിട്ടട്ടെ എന്നുള്ളതാണ് ഒരുപക്ഷെ ഇലക്ഷനിൽ നിന്ന് നമ്മൾ അറിയാൻ ആഗ്രഹിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത, ശ്രീ ഇന്നസെൻറ്റിന് ക്യാൻസർ വന്നപ്പോഴാണ്, അർബുദം വന്നപ്പോഴാണ് ചിരിച്ച് തള്ളേണ്ട ഒരു കാര്യമാണിത്. ഇതിനെയൊക്കെ ഒരു പുഞ്ചിരി കൊണ്ട് നേടാം, ഒരു തമാശ കൊണ്ട് നേരിടാം എന്ന് ലോകത്തെ കാണിച്ചു കൊടുത്തിട്ടുള്ള ഒരാളാണ് താങ്കൾ. വേണമെങ്കിൽ ഞാൻ പറഞ്ഞത് മാത്രമല്ല, ഒരാൾ പറയാൻ വേണ്ടിയിട്ടുണ്ട്, പറയട്ടെ. ഈയിടയ്ക്ക് എനിക്കുണ്ടായ ഏറ്റവും വലിയ അനുഭവം എന്ന് പറഞ്ഞാൽ അമ്മയുടെ കഴിഞ്ഞ ജനറൽ ബോഡി മീറ്റിങ്ങിൽ അദ്ദേഹം ഇടയ്ക്ക് രോഗശയ്യയിലായിരുന്നു. ആ അനുഭവങ്ങൾ അദ്ദേഹം സ്റ്റേജിൽ കയറി പറയാൻ തുടങ്ങി. അപ്പം ഞങ്ങളൊക്കെ കരുതിയത് അത് വളരെ ഒരു ഡ്രൈ ഒരു മൂഡിലേക്ക് പോകുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ രോഗത്തിൻ്റെ അനുഭവം പറഞ്ഞ് കംപ്ലീറ്റ് ആൾക്കാരെ പൊട്ടിച്ചിരിപ്പിച്ചു. അപ്പോൾ അതാണ് ഇന്നസെൻറ്റ് സംബന്ധിച്ചിടത്തോളം. ഇന്നസെൻറ്റ് സെറ്റിലുണ്ടെങ്കിൽ അത് അത്രത്തോളം സജീവമായിരിക്കും. അവിടെ ഒരു നിമിഷം പോലും ആൾക്കാർ ഒരു ബോറടിയോ, എല്ലാ ആൾക്കാരും എവിടെ ഉണ്ട്, ഇന്നച്ചൻ എവിടെ ഉണ്ടോ ഇന്നച്ചൻ്റെ ചുറ്റുമാണ് ആൾക്കാർ കൂടുന്നത്. അങ്ങനെ ഒരു പ്രത്യേക ഒരു ആകർഷണ വലയമുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം.
താങ്കളുടെ ഒരു സിദ്ധി ഒരുപക്ഷെ ഈ സാധാരണ രീതിയിൽ ഒരാൾക്ക് ക്യാൻസർ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തളർന്നു പോകും. എന്താ കാരണം വെച്ചാൽ ആ രോഗത്തെക്കുറിച്ച് കെട്ടിപ്പടുത്തിട്ടുള്ള ആകുലതകൾ അത്രത്തോളം, കഥകൾ. ഇതാ ഒരാളും കൂടി വരുന്നു. എനിക്ക് ഇന്നച്ചനോട് ചോദിക്കാനുള്ളത്, കാരണം ഇത്ര വർഷങ്ങളായിട്ട് നമ്മൾ കാണുന്നു, അന്ന് മുതൽ 25 കൊല്ലം മുമ്പ് മുതൽ അന്ന് ഇന്നച്ചൻ ഇവിടെ സൂപ്പറായി നമ്മൾ ഒരുമിച്ച് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തും ഏത് കാര്യത്തിനെക്കുറിച്ചും നർമ്മത്തിൽ കാണാൻ, ആ നർമ്മത്തിൽ അത് ഇന്നച്ചൻ ആ പേര് പോലെ തന്നെ ഇന്നസെൻ്റായിട്ടുള്ള ഇന്നസെൻ്റായിട്ട് അവതരിപ്പിക്കുന്ന ഒരു വിധം. അതിനുശേഷം ഇന്ന് അദ്ദേഹം രോഗാതുരനായിരുന്ന സമയത്തും നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഇങ്ങനൊരു അസുഖമുള്ള ഒരാളായിട്ടേ അല്ല അങ്ങ് സംസാരിക്കുന്നത്. അമ്മയുടെ മീറ്റിങ്ങിൽ ഞാൻ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, ഇന്നച്ച അസുഖം കുറവുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങ് എന്നോട് എന്താ പറഞ്ഞത്? അല്ല, കുറച്ചിരിപ്പുണ്ട്, വേണോ? ആർക്കെങ്കിലും ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നീ പറയും, ഞാൻ കൊടുത്തിട്ട് പോവാം എന്നാണ് എന്നോട് ചോദിച്ചത്. എങ്ങനെ അങ്ങക്ക് ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നു? ഏത് സിറ്റുവേഷനിലും ഇങ്ങനൊരു നിൽക്കാനുള്ള കഴിവ് അത് അങ്ങക്ക് എവിടെ നിന്ന് കിട്ടിയതാണ്? ഇന്നസെൻ്റ് ഏട്ടാ, നിങ്ങൾ വിചാരിക്കും നിങ്ങൾ ആ നർമ്മം കൊണ്ട് നിങ്ങൾ ആ രോഗത്തെ കീഴ്പ്പെടുത്തിയെന്ന്. പക്ഷേ അതിനപ്പുറത്ത് നർമ്മം കൊണ്ടും നിശ്ചയദാർഢ്യം കൊണ്ടും കീഴ്പ്പെടുത്താൻ വേണ്ടി ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് താങ്കൾ പ്രേരണയായി. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. താങ്കൾ അറിയാതെ പ്രതീക്ഷയുടെ 100 തിരികൾ കത്തിക്കുക ചെയ്തു. ചെറിയ കാര്യമല്ല താങ്കൾ ചെയ്തത്. ഇതൊക്കെ ആലോചിച്ചിട്ടാണോ അതെയോ? അല്ല, ഇത് നമ്മൾ ഇതിനകത്തും ഒരു വലിയ കാര്യമുണ്ട്. ഞാനിപ്പോൾ ബ്രിട്ടാസിനൊരു ഫോൺ ചെയ്യുകയാണ്. എൻ്റെ അസുഖമുള്ള സമയത്ത് ബ്രിട്ടാസിന് കൈരളിക്ക് വരണം. ഇവിടെ ഒരു 9 മണിയാകുമ്പോഴേക്കും എത്തില്ലേ സാധാരണ? അപ്പോൾ 9 മണിയാകുമ്പോഴേക്കും എത്തിക്കുക. നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. 9 മണിയാകുമ്പോഴേക്കും എത്തണം. അപ്പോൾ ആ സമയത്ത് വെറുതെ ഇന്നസെൻ്റ് എടുക്കുന്ന അസുഖം ചോദിക്കാം, എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചിട്ട് നമുക്ക് ഓഫീസിൽ പോകാൻ ചോദിച്ച് എന്നെ വിളിക്കുന്നു. ഹലോ ഹലോ, ഒന്ന് വിളിച്ചേ. ഇന്നസെൻ്റ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഓഫീസിൽ പോകാറായോ? ഇറങ്ങി പോകുന്ന വഴിക്കാ. അതെ, നിങ്ങൾ വണ്ടി ഒന്നിട്ട് സൈഡിലേക്ക് ഒന്നാക്കിയിട്ട് സംസാരിക്കാനുണ്ട്. വണ്ടി ഓഫ് ചെയ്താ? ഓ, ഈ നഖത്തിൻ്റെ അവിടുന്ന്, പെരുവിരലിൻ്റെ അവിടുന്ന് ഒരു വേദന ഇങ്ങോട്ട് എന്നിട്ട് ഇതൊരു 1.25 മണിക്കൂർ നിങ്ങൾക്ക് തരിക ഞാൻ. അങ്ങനെ നിങ്ങൾ ഓഫീസിൽ വരുന്നത് 10:30. ഇവിടെ എത്തിക്കഴിയുമ്പോൾ ആ ഫോണിൻ്റെ അവിടെ ഇരിക്കുമ്പോൾ തന്നെ ആലോചിക്കുന്നു, ഏത് നേരത്താ ഇയാളോട് രോഗം ചോദിക്കാൻ എനിക്ക് ദൈവം എന്നെ പ്രേരിപ്പിച്ചത്. എന്തൊരു കഷ്ടമായി പോയി, എൻ്റെ 1 മണിക്കൂറാണ് കളഞ്ഞത്. അപ്പോഴാണ് വേറൊരാളുടെ ഫോൺ നിങ്ങൾക്ക്. അല്ല, ഇവിടെ ഇന്നസെൻറ്റിൻ്റെ അസുഖം അയാളുടെ കാര്യമൊന്നും പറയല്ലേ, ഞാൻ കാലത്തൊരു പെടൽ പെട്ട കിടക്കണേ. അപ്പോൾ ആർക്കും ഇതൊന്നും കേൾക്കാൻ താല്പര്യമില്ല. കറക്റ്റ്. ഞാൻ ഇന്ന ഡോക്ടറെ അടുത്ത് പോയി. അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു, ബ്ലഡ് എടുത്തിട്ട് പിന്നെ വലിയ കാര്യമുള്ള കാര്യമാണ്, അതൊക്കെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ. ഒരാൾക്കും ഇത് കേൾക്കാൻ താല്പര്യമുള്ള കാര്യങ്ങളല്ല. ഈ ചികിത്സ എങ്ങനെ പോയി, അങ്ങനെ പോയി, ഇങ്ങനെ പോയി. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ ഞാൻ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, പിന്നെ ഞാൻ വേറെ മാറ്ററുകളിലേക്ക് പോവുകയാണ്. അതെൻ്റെ സ്വഭാവമായിരിക്കാം. എന്തായാലും ഇത് നമുക്ക് മനസ്സിലായിട്ടുള്ളതാണ്. നമ്മുടെ വീട്ടിൽ വയസ്സായ അമ്മൂമ്മമാരുണ്ടായിട്ടുണ്ട്, വലിയമ്മമാരുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ നമ്മുടെ വീട്ടിലേക്ക് ഏതെങ്കിലും ഒരുത്തം വരുമ്പോൾ എന്തെങ്കിലും ചോദിക്കേണ്ട, ഈ സ്ത്രീയുടെ അസുഖം അറിഞ്ഞിട്ട് വന്നതായിരിക്കാം, ചോദിക്കേണ്ട വെച്ചാൽ ആർക്കൊന്നും സംസാരിക്കാൻ പറ്റില്ല. ഇവരുടെ ഈ കാലിൻ്റെ ഇവിടുന്നുള്ള ഈ വേദനയും കൈയുടെ വേദനയും മറ്റു വേദനയൊക്കെ ആയിട്ട് അയാളുടെ ജീവിതം, ആ ലീവ് നശിപ്പിച്ച് കളയും ഇവർ. അപ്പോൾ ഇതൊക്കെ നമുക്ക് അറിയാം. മാത്രമല്ല, ഒരു ഡോക്ടറെ അടുത്തൊരു രോഗി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു അസുഖം, ഇവിടെ ഒരു വേദന, ആ വേദനയ്ക്ക് അപ്പോൾ അയാൾ മരുന്ന് തന്നൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മൾ ചെല്ലും, 3 ആഴ്ച കഴിഞ്ഞ് ചെല്ലാൻ പറഞ്ഞു. ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ പറയണം, ഡോക്ടർ ചോദിക്കും, അതെങ്ങനെയുണ്ട് ഇപ്പോൾ മുട്ടിന്. ഒരു വയസ്സായവരുടെ കാര്യം പറഞ്ഞ, കുട്ടികളുടെ കാര്യമല്ല. അപ്പോൾ പറയും, ഇവിടെ അല്ല അന്നാ വേദന എന്ന് പറഞ്ഞ മുട്ടിൻ്റെ ഇവിടുന്ന് ഇങ്ങനെ, അത് വലിയ കുഴപ്പമില്ല. പക്ഷേ ഇത് ഇവിടുന്ന്, അപ്പോൾ അവിടെ വേറെ രോഗികളുണ്ട്. അവരാലോചിക്കണത്, നമുക്ക് ആർക്കാണെങ്കിലും കടയിലാണെങ്കിലും ഒരു സാധനം വാങ്ങുകയാണെങ്കിലും ഒരു ഡോക്ടറെ അടുത്ത് നമ്മൾ ചെന്ന് സംസാരിക്കുകയാണെങ്കിലും എനിക്കത് മാറി, അത് സുഖമായി എന്ന് ആ ഡോക്ടറോട് ഈ രോഗി പറയുമ്പോഴാണ് അയാൾക്കൊരു ഊർജ്ജം കിട്ടുള്ളൂ ഇയാളെ ചികിത്സിക്കാൻ. കറക്റ്റ് അല്ലേ? താങ്കളിൽ നിന്ന് ഒരുപാട് ഊർജ്ജം താങ്കളുടെ ഡോക്ടർ ആവാഹിച്ചു. അതെ, അത് ഡോക്ടർ ഗംഗാധരൻ, അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചു, ഇതെന്താണ്? അയാൾ പറഞ്ഞു, ക്യാൻസറാണ്. എൻ്റെ കൂടെ കുട്ടിക്കാലത്ത് ഞാൻ കണ്ട് വളർന്നിട്ടുള്ള ആളാണ് ഡോക്ടർ ഗംഗാധരൻ. താങ്കൾ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനൂടെ പഠിച്ചത്? അയാളുടെ ജ്യേഷ്ഠൻ, അദ്ദേഹം ഡോക്ടറാണ്. പിന്നെ അദ്ദേഹത്തിനൂടെ പഠിച്ചോ? ഇല്ല, കുറച്ച് കുറവ്.
ചിരിക്കാല്ലേ, സുഖമാണല്ലോ ഒരാളായിട്ട് വടിയാക്കുമ്പോൾ ചിരിക്കാൻ. അയാൾ കുറച്ച് ജൂനിയറായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ കാത്തു നിന്നു വരണ്ടേ, ശ്രമിച്ചു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കാര്യം എങ്ങനെയാണെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പെട്ടെന്ന് എനിക്ക് തന്നെ ഒരു വിശ്വാസം വെറുതെ ഉണ്ടായി. നമ്മളിതിൽ നിന്ന് രക്ഷപ്പെടും, ഇതൊക്കെ ആളുകൾക്ക് ഉണ്ടാവണം. അതൊന്നും ഉണ്ടാവാതെ ഇത് പോക്കാണ് എന്ന് വിചാരിച്ച് നമ്മൾ വീടിൻ്റെ അകത്ത് കയറി വാതിലടച്ചു. ഞാൻ ആലീസിനോട് പറയുകയാണ്, ആലീസ് എന്ന് പറയുന്നത് ഇന്ന ആൾ വന്നിട്ടുണ്ട്, കൂട്ടുകാരനെന്നാ പറഞ്ഞേ, എന്താ വേണ്ടേ, കാണണ്ടെന്ന് പറ. അതില്ല, നമ്മൾ അവിടെ പുറത്ത് ചാരിയസയിൽ വന്നിരിപ്പോൾ കാലത്ത് തന്നെ ആരെങ്കിലും പോകണമെങ്കിൽ കൈകൊട്ടി വിളിക്കും, ബാബാ എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് നേരം പോക്കുകളും എനിക്കാണെങ്കിൽ അതിനുള്ള ആരും എന്നെ കാണാതിരിക്കില്ല, എനിക്ക് എപ്പോഴും സുഹൃത്തുക്കൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അവർ വിളിക്കും. പിന്നെ നമ്മളെ ഈ രോഗികളെ കാണാൻ ചെല്ലുന്ന ആളുകൾ നല്ല കോമഡിയന്മാരാണ്. ഒരു സിസ്റ്റർ, കന്യാസ്ത്രീ അല്ല, ഒരു സഭയിലുള്ളവരാണ്. ആ സിസ്റ്ററും വേറൊരു സിസ്റ്ററും രണ്ടുപേരും വന്ന് കുറച്ച് നേരം എന്നെ ഇങ്ങനെ നോക്കി നിന്നു. പിന്നെ ഇങ്ങനെ നോക്കി, ഞാൻ കിടക്കുക, പിന്നെ ഇങ്ങനെ നോക്കി. അത് കഴിഞ്ഞിട്ട് എന്നോട് ചോദിക്കുകയാണ്, അപ്പോൾ ഒരുങ്ങിയിരിക്കുകയാണ് അല്ലേ ഇവിടേക്ക് മുകളിലേക്ക്? ഞാൻ ആദ്യം ഒരുങ്ങിയിരിക്കാന്ന് ചോദിച്ചപ്പോൾ ഞാൻ വിചാരിച്ചത് അവരുടെ അനിയത്തിനെയും കല്യാണം കഴിച്ച് തരാനാണ് വിചാരിച്ചത്. എന്താ അപ്പോൾ എങ്ങനെ പെരുമാറണം എന്നുള്ളത് അറിയാത്ത ഒരുപാട് ആളുകളുണ്ട്. താങ്കൾ അതിനെക്കുറിച്ച് പറഞ്ഞ് എനിക്ക് വളരെ രസകരമായി തോന്നി. അനുഷ, അതിന് മുമ്പ് താങ്കൾക്ക് വേണ്ടപ്പെട്ട ഒരാൾ വന്നാലേ ഈ ഒരു ചർച്ച പൂർത്തിയാകും. വരട്ടെ. ഇന്നസെൻ്റ് ക്യാൻസർ രോഗം വന്ന സമയത്തും ചികിത്സയുടെ സമയത്തും അതിനെ എങ്ങനെ നേരിട്ടു എന്നതിനെക്കുറിച്ച് ഞങ്ങൾക്ക് അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ചിരിയോടുകൂടെ തന്നെ, നർമ്മത്തോടുകൂടെ തന്നെ അതിനെ നേരിടാൻ ഇന്നസെൻ്റ് സാധിച്ചു. അത് മാത്രമല്ല, മറ്റ് പലരും തുറന്നു പറയാൻ മടിക്കുമ്പോൾ ഇന്നസെൻ്റ് ആദ്യ ദിവസം തന്നെ തുറന്നു പറഞ്ഞു, സമൂഹത്തോട് തുറന്നു പറഞ്ഞു, എനിക്ക് ക്യാൻസറാണ്, ഞാൻ ചികിത്സിച്ചുകൊണ്ടിരിക്കുകയാണ് തുറന്നു പറഞ്ഞു. അത് ആ ഒരു മനസ്സിനെ പ്രത്യേകിച്ച് നമുക്ക് തിരിച്ചറിയാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ്. ഗംഗാധരൻ ഡോക്ടർ, ഈ ഡോക്ടറും താങ്കളുടെ നർമ്മവും കൂടെ ഒരുമിച്ച് ചേർന്നപ്പോഴാണ് നമ്മുടെ രോഗത്തെ പറവറപ്പിച്ച്. ഈ ഡോക്ടർ ഒരു കാര്യം, ഇപ്പം ഞാൻ ഡോക്ടറെ കണ്ടപ്പോഴാണ് എനിക്കത് ഓർമ്മ വന്നു. ഒരു ദിവസം ഡോക്ടർ എൻ്റെ റൂമിൽ വന്നപ്പോൾ ഞാനുണ്ട്, എൻ്റെ വൈഫുണ്ട്. എന്നെ വന്നിങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇന്നസെൻ്റ് ഒരു കാര്യം അറിയാം. ഡോക്ടർ ലിസി എന്ന് പറഞ്ഞിട്ട് ഡോക്ടറുണ്ട് ഈ ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ. ഇന്നസെൻറ്റിനെ ബോൺമാരോ ഇതൊക്കെ ചെയ്യാൻ വരുന്ന ഡോക്ടർ ലിസി ഇല്ലേ? ഞാൻ പറഞ്ഞു ഉവ്വ്. അതായത് ഇദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റാണ്. ഉവ്വ്. അപ്പോൾ 2 കീമോ എൻ്റെ കഴിഞ്ഞു. ഞാൻ പറഞ്ഞു ഉവ്വ്, എന്താണ്? അവർക്കും ക്യാൻസറാണെന്ന് അറിയുന്നത് അതിൻ്റെ 3 ദിവസം മുമ്പാണ്. അതിന് നമ്മളൊന്ന് ഞെട്ടി. ശരിക്കും അതൊക്കെ കേൾക്കുമ്പോൾ വലിയ ഭയം തോന്നേണ്ട സമയമാണ്. അപ്പോൾ ഞാൻ ഡോക്ടർ ഗംഗാധരനോട് പറഞ്ഞു, നിങ്ങളൊക്കെ ക്യാൻസർ പിടിച്ച് ചത്തുപോകണമെങ്കിൽ ഞങ്ങളുടെ കാര്യം പിന്നെ ആരാ നോക്കാമെന്ന് ചോദിച്ചു. അദ്ദേഹം പെട്ടെന്ന് ചിരിച്ചിട്ട് എൻ്റെ പുറത്ത് തട്ടിയിട്ട് പിന്നെ ആളങ്ങോട്ട് പോയി. അങ്ങനെയാണ് നമ്മളിതിനെ കണ്ടത്. ഞാനും എൻ്റെ മകനും കൂടി ആ ലിഫ്റ്റിൽ ചെന്ന് കയറാൻ നേരത്ത് ഡോക്ടർ ലിസി ഒരു സ്റ്റെതസ്കോപ്പും കഴുത്തിലിട്ടിട്ട് ആ ലിഫ്റ്റിൽ വന്ന് നിന്നു. ഞങ്ങൾ കയറി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവർ എന്നോട് ചോദിച്ചു, ഡോക്ടർ ഗംഗാധരൻ എല്ലാം പറഞ്ഞു അല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ പറഞ്ഞു എന്ന് പറയില്ല. അവർ വായ പൊത്തി, അവർക്ക് സങ്കടം വന്നു പോയി. അവർ എൻ്റെ അടുക്ക പറയാറുണ്ട്, ഇന്നസെൻ്റ് ഞങ്ങളില്ലേ നിങ്ങളുടെ കൂടെ, ധൈര്യമായിട്ടിരിക്കുക. അതുപോലെ തന്നെ ഞാനും അവരോട് പറഞ്ഞു, ഞങ്ങളില്ലേ, ധൈര്യമായിട്ടിരിക്കുക. ഇതൊക്കെ വലിയൊരു അനുഭവമാണ്. ഒരു കഥയുണ്ടാക്കാനോ, കാരണം അവരിപ്പോഴും അവിടെ ജീവിച്ചിരിപ്പുണ്ട്, അവർ രോഗികളെ നോക്കുന്നു, അവർ ജീവിച്ചിരിക്കുന്നു, ഇവിടെ ജീവിച്ചിരിക്കുന്നു, ഡബിൾ ജീവനിലിരിക്കുന്നു, അവർ രോഗികളെ നോക്കുന്നു. അപ്പോൾ ഇതൊക്കെ ഒരു വലിയ സംഭവങ്ങൾ. ഇതൊക്കെ എൻ്റെ കൺമുമ്പിൽ വന്ന് പെടുന്നു എന്നുള്ളതാണ്. പലരുടെയും മുമ്പിൽ ഇതൊക്കെ വരുന്നുണ്ട്, അവരൊക്കെ ഇത് മറന്നു കളയുന്നു. ഇത് നിങ്ങൾ ആരാ പറഞ്ഞത്, നമ്മുടെ നാട്ടും ഭാഷ പറഞ്ഞ ഫുൾ ഫയർ പോലെ നിങ്ങൾ എടുത്തു. അതായത് താങ്കളുടെ രോഗം മാത്രമല്ല, താങ്കളുടെ ഭാര്യയുടെ രോഗത്തെ പോലും നർമ്മം കൊണ്ട് അമ്മാനമാടി. ഇനി ഒരു പക്ഷേ ക്യാൻസർ ഇരിഞ്ഞാലക്കുട ഭാഗത്തേക്ക് വരില്ല. അതെ, വന്നിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല. ക്യാൻസർ ഇനി ഇരിഞ്ഞാലക്കുട ഭാഗത്തേക്ക് വരില്ല എന്ന്. അതെ, ആ സമയത്ത് എനിക്ക് ഇതുപോലെ ക്യാൻസറിന് 8ന്റെ പണി കിട്ടിയ പരിപാടി ഉണ്ടാവില്ല. അതാ ഒരാൾ പറഞ്ഞേ, ക്യാൻസർ ഇനി ആ ഭാഗത്തേക്ക് എത്തി നോക്കാനൊന്ന് പേടിക്കും. എന്താ കാരണം?
അവിടെ മറ്റേ ചങ്ങാതി ഉണ്ട് ഇരിഞ്ഞാലക്കുടയിൽ. ഞാനുണ്ട്. ഞാനുണ്ട്. അത്ര ഒരുപാട് പേർക്ക് അതുകൊണ്ടുള്ള ഗുണങ്ങൾ കിട്ടി. ഭയം മാറി. പലരും നമ്മൾ തുറന്നു പറയുന്നത് കൊണ്ട് ഉള്ള ഒരു കാര്യമാണ്. പിന്നെ ഇതിന് കുറേ അന്ധവിശ്വാസങ്ങളുണ്ട്. ആ പൊടി കഴിക്കുക, ഈ കായ കഴിക്കുക, മറ്റത് കഴിക്കുക, ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഇന്നലെ ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്ന സമയത്ത് ഒരാൾ ഹാർട്ട് അറ്റാക്കാണ് ഭാര്യയ്ക്ക്. 5 ഇതുണ്ട്. അപ്പം അതിന് സ്റ്റണ്ട് ഇടണം. അപ്പോൾ ആ ഭാര്യ പറയുകയാണ്, ഭർത്താവ് പറയുക, ഞങ്ങൾ ഇനി നാട്ടുവൈദ്യത്തിലേക്കാണ് പോണേ. അപ്പോൾ ആ നാട്ടുവൈദ്യം കൊള്ളാവുന്നൊരു നാട്ടുവൈദ്യത്തിലല്ല. ഓരോ സ്ഥലത്ത് കള്ള വൈദ്യന്മാർ എന്ന് പറയുന്ന ആളുകളുണ്ട് കുറേ പേര്. ആ വേര് കടിച്ചു തിന്നാൽ മതി, ആ വേര് കടിച്ചു തിന്നാൽ മതി, അസുഖം മാറും എന്നൊക്കെ പറയാ. ഒരു പൊടി കഴിക്കണം, ആ ഒരു പൊടി കഴിക്കണം. അപ്പം അതൊക്കെ പലരും വന്ന് ഉപദേശിച്ചില്ലേ? ഒരുപാട് പേര് വന്ന് ഉപദേശിച്ചു എൻ്റെ അടുക്ക്. ഇങ്ങനത്തെ കാര്യങ്ങളും കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ക്യാൻസർ എളുപ്പം മാറും എന്ന് പറഞ്ഞില്ലേ? താങ്കൾ അവരെ എങ്ങനെ കൈകാര്യം ചെയ്തു? കൈകാര്യം ചെയ്തു എന്ന് പറഞ്ഞാൽ അയാൾ ഒരു തവണ ഒരു ബാംഗ്ലൂരിൽ നിന്ന് ഒരു ഭാര്യയും ഭർത്താവും ഓടി വന്നു കഴിഞ്ഞിട്ട് എൻ്റെ അടുക്ക് വന്ന് പറഞ്ഞു അവർക്ക് യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെട്ടു അവരുടെ വീട്ടിൽ കഴിഞ്ഞ ആഴ്ചയിൽ. എന്നിട്ട് അവരോട് പറഞ്ഞു, ഇരിഞ്ഞാലക്കുടയിൽ ഇന്നസെൻ്റ് എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്, അയാളെ തൊട്ട് സുഖപ്പെടുത്തണം. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ ആരാണ്? ഞാനൊരു സുവിശേഷം ഇത് ചെയ്യുന്ന ആളാണ്, അപ്പോൾ അതിനൊന്ന് തൊട്ട് സുഖപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ വന്നതാണ് എന്ന് അയാൾ പറഞ്ഞു. അയാൾ പറഞ്ഞു, ഇതെൻ്റെ ഭാര്യയാണ്, ഇതൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്നാ വന്നത്? പറഞ്ഞു, 17-ാം തീയതി രാത്രി 8 മണിക്കാണ് യേശു ക്രിസ്തു വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അതെന്താ അത്? 17-ാം തീയതി രാത്രി 7 മണിക്ക് എൻ്റെ വീട്ടിൽ വന്നിട്ട് 11 മണിക്കാണ് യേശു ക്രിസ്തു പോയത്. അപ്പോൾ പിന്നെ അവിടെ വന്നത് ആരാണാവോ? അതോടുകൂടി ഇയാൾക്ക് ഇയാളുടെ ഭാര്യനെ നോക്കി ഇങ്ങനെ. എന്താ വെച്ചാൽ അവർക്കൊരു സംശയം, ഇയാൾക്ക് ക്യാൻസർ മാത്രമല്ല സ്വല്പം കുഴപ്പം കൂടി ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു വട്ടമേശ കിടക്കുന്നുണ്ട് എൻ്റെ വീടിൻ്റെ മുമ്പിൽ. ആ സ്ത്രീ ഈ വട്ടമേശയുടെ അടിക്കോടെ ഇങ്ങനെ നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു മുണ്ടങ്ങ മാറി കിടക്കുന്നുണ്ടെന്ന് വെച്ചിട്ട് ഞാനിതിങ്ങനെ പതുക്കെ ഇങ്ങനെ ഇട്ടു. സത്യം അതല്ല നോക്കിയത്, കാലുമ്പോൾ ചങ്ങല ഉണ്ടോയെന്നാണ്. ആ വിയറ്റ്നാം കോളനിയിൽ ചങ്ങലടിച്ചേട്ടന് ചങ്ങല ഇട്ട് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതോടുകൂടി അവർ പോയി. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ എന്നെപ്പോലുള്ള ഒരാളുടെ അടുക്ക് വരികയാണെങ്കിൽ നമ്മുടെ എത്രയോ ആളുകൾ ചതിക്കുഴിയിൽപ്പെട്ട് പോണു. വെറുതെ മരിക്കുക എന്ന് പറയില്ലേ? ഇങ്ങനെയുള്ള പൊടികളും ഇങ്ങനെയുള്ള വിശ്വാസങ്ങളും ഒക്കെ വന്നിട്ട്. അപ്പോൾ അത് ഒക്കെ ശരിക്കും പറയുകയാണെങ്കിൽ അതൊക്കെ കൊലപാതകത്തിൻ്റെ ആ കണക്കിൽ പെടുത്തേണ്ട. ശാസ്ത്രത്തിൻ്റെ വഴുത്താറിയിൽ ഒരുപക്ഷെ ഇങ്ങനെ വേദനയുള്ളവർക്ക് ആ വേദന മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നതിന് പകരം അന്ധവിശ്വാസം പ്രചരിപ്പിച്ച് കിടക്കുന്ന ആൾക്കാരാണ് നമ്മുടെ സമൂഹത്തിൽ കൂടുതലായിട്ടുള്ളത്. ഗംഗാധരൻ ഡോക്ടറിൻ്റെ എന്തോ ഒരു കാര്യം കൂടി പറയണമെന്ന് വലിയൊരു ആഗ്രഹം, ഇത് പറയാതിരിക്കരുതെന്ന് അദ്ദേഹം പറഞ്ഞു. ചികിത്സ കഴിഞ്ഞ് തിരിച്ചുപോയ ഇന്നസെൻ്റ് ഒരുപക്ഷെ മറ്റൊരു ഇന്നസെൻ്റായിട്ടാണ് ഇന്ന് ജീവിക്കുന്നത്. ജീവിതത്തിലെ നല്ലൊരു ഭാഗം ക്യാൻസർ രോഗികളെ സഹായിക്കാനും അതുപോലെ ക്യാൻസർ രോഗികൾക്ക് ഇച്ഛാശക്തി വളർത്താനും പല സന്ദർഭങ്ങളിലും ക്യാൻസർ രോഗികളെ പിടിച്ചുയർത്താനും ഇന്നസെൻ്റ് ശ്രമിക്കുന്നുണ്ട്, സാധിക്കുന്നുമുണ്ട്. ഇടയ്ക്ക് വരും. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് M.Tech പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനി, ആ വിദ്യാർത്ഥിനിക്ക് കീമോ ചെയ്യണം. കീമോ ചെയ്ത് കഴിഞ്ഞാൽ മുടി പോവും. അപ്പം പല കീമോയ്ക്ക് പല പോലെയാണ്, മുടി പോവും. അവളുടെ മുടി എന്തായാലും പോവും. അപ്പോൾ എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞു എന്നോട്, ഇദ്ദേഹത്തിൻ്റെ വൈഫാണ് ആലീസിൻ്റെ ചികിത്സയും കാര്യങ്ങളൊക്കെ, ഡോക്ടർ ചിത്രധാര. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി പറഞ്ഞു, ഇന്നസെൻ്റ് ഒന്ന് പോയി ആ കുട്ടിയോട്, ആ കുട്ടി ഹോസ്പിറ്റലുണ്ട്, അപ്പോൾ ഒന്ന് പോയി പറഞ്ഞാൽ നന്നായിരിക്കണം. ഞാനും എൻ്റെ വൈഫും കൂടിയിട്ട് അവിടെ പോയി. അവിടെ ചെന്ന് സംസാരിച്ച് അപ്പോൾ കുറച്ച് സംസാരിച്ചപ്പോഴേക്കും ഇതിനെപ്പറ്റി ഒന്ന് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു, ഇത് ഈ മുടി, ഞാൻ പറഞ്ഞു ഇത് വന്നതാ. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ കുട്ടി ഒരു തീരുമാനം എടുക്കുകയാണ്, ഞാൻ കീമോക്ക് റെഡി, എൻ്റെ മുറിയിൽ ഇന്നസെൻ്റായിട്ട് വന്നില്ലേ, അങ്കിൾ വന്ന് പറയുന്നത് ശരിയാണെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ ആ കുട്ടിയുടെ ജീവൻ രക്ഷിച്ചതിലൊരു പങ്ക് നമുക്കുണ്ട്. താങ്കളിപ്പോൾ ഇത് പറഞ്ഞപ്പോൾ ഈ കീമോ ചെയ്യാൻ ഭയക്കുന്ന എത്രയോ ആൾക്കാർക്കുള്ള സന്ദേശമാണിത്. ആണ്. താങ്കളുടെ തലയിൽ നല്ല മുടിയാണിപ്പോൾ. അതെ, കുറച്ച് കറുപ്പ് ലേശം ഞാൻ കൂട്ടിയിട്ടുണ്ട്. അതൊഴിച്ചാൽ ബാക്കി ഒരു കുഴപ്പമൊന്നുമില്ല. അതെ അതെ. പക്ഷേ ഈ ആശ്വസിപ്പിക്കാൻ ആലീസിനെ തന്നെ ഏൽപ്പിച്ചാൽ കുഴപ്പമാണ്. ഒരിക്കലൊരാൾ എൻ്റെ കൂട്ടുകാരനും അയാളുടെ ഭാര്യയും കൂടി വന്നപ്പോൾ ആ സ്ത്രീക്ക് ചില സംശയങ്ങളും കാര്യങ്ങളുണ്ട്. അപ്പോൾ സ്ത്രീ തന്നെ അതിന് പറഞ്ഞു, ഞാൻ ആലീസ് നീ ഒന്ന് ഉഷാറായിട്ട് റെഡിയാവും എന്ന് പറഞ്ഞു. ആലീസിന് ഞാൻ ആ സ്ത്രീയെ ഏൽപ്പിച്ചു. അപ്പോൾ ആലീസ് ആ സ്ത്രീനെ വളരെ നന്നായിട്ട് പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. കുറച്ച് കഴിഞ്ഞ് ഞാൻ വരുമ്പോൾ കാണുന്നത് ആ സ്ത്രീ ആലീസിനോട്
പേടിക്കേണ്ട ചേച്ചി, ചേച്ചി എന്തിനാ കരയണേ, ചേച്ചി അയ്യോ എന്ന് പറഞ്ഞ് കരയാണ്. അവരെ ആശ്വസിപ്പിക്കാനാണ് ഇവരെ ഏൽപ്പിച്ചത്. അപ്പൊ അങ്ങനെയുള്ള അബദ്ധങ്ങളൊക്കെ ചിലപ്പോൾ ആലീസിന്റെ ഭാഗത്തുണ്ടാവും. പക്ഷേ ഞാൻ എപ്പോഴും ആദ്യം വന്നത് ആലീസിനായിരുന്നുവെങ്കിൽ ഇതാകെ കുഴപ്പമായി പോയത്. ഇത് എനിക്ക് വന്നിട്ട് ആലീസിന് മനസ്സിലായി ഇത് ഇത്രയേ ഉള്ളൂ എന്നുള്ളത്. ഒരു നീർവീഴ്ചപ്പനിയുടെ ഗൗരവം പോലും ക്യാൻസറിനില്ല എന്നുള്ളത് ആലീസ് മനസ്സിലാക്കിയപ്പോഴാണ് എനിക്കും ഒരു മനസ്സമാധാനമായത്. ഒരു കണക്കിന് ആ രോഗം വന്നതുകൊണ്ട് താങ്കൾ ഒരുപാട് പഠിച്ചു അല്ലേ? ഒരുപാട് പഠിച്ചു, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇത്രയേ ഉള്ളൂ. അതായത് ഈ പറഞ്ഞ രോഗത്തെയൊക്കെ ഇങ്ങനെ കൈകാര്യം ചെയ്യാം. വേണമെങ്കിൽ ഒരുപാട് കാര്യം ആലോചിക്കാനും മനസ്സ് മനനം ചെയ്യാനും ഒരുപാട് ഉൾക്കാഴ്ച കിട്ടാനും വേണമെങ്കിൽ ആ സമയം വേണം താങ്കൾ ഉണ്ടാവാം. കാരണം വെറുതെ ഇരിക്കല്ലേ, പലതും ആലോചിച്ചു. ഇങ്ങനെ ഇരുന്ന് 1-ാം ക്ലാസ് മുതലുള്ളത് മുഴുവനും നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാലും എനിക്കൊക്കെ ഗുണം കിട്ടും. പക്ഷെ അധികം ക്ലാസ് ഇല്ലാത്ത 8 വരെയല്ലേ ആലോചിക്കണ്ടു. മറ്റുള്ള കുട്ടികളൊക്കെ ഭയങ്കരമല്ലേ. പക്ഷെ നമ്മളത് കഴിയുമ്പോഴേക്കും ബിസിനസ്സുകൾ, അത് ഇത്, ദാവണഗിരി, അതുപോലെ തന്നെ അഹമ്മദാബാദ്, പിന്നെ വേറെ ചില ചുറ്റിക്കളികൾ ഒക്കെ നമ്മളിങ്ങനെ മനസ്സിനകത്ത് കാണുമ്പോൾ ഉണ്ടാവും. ഉണ്ണികൃഷ്ണൻ, സ്വർണ്ണവളയമിട്ട ലൂവീസ്. ലൂവീസൊക്കെ എൻ്റെ കഥ, എൻ്റെ വളരെ ഇഷ്ടപ്പെട്ട യഥാർത്ഥത്തിലൊരു പ്രണയവിവാഹം കഴിക്കേണ്ട ഒരാളായിരുന്നു ഇന്നസെന്റ് ചേട്ടൻ അല്ലേ? എനിക്ക് തോന്നണില്ല അത്. ആ സമയത്ത് ഇത് അത്ര പ്രോത്സാഹനമില്ല. പക്ഷെ ഒരു നിമിത്തം കൊണ്ട് മാഞ്ഞു പോയതാണോ, ഇല്ലാതെ പോയതാണോ? പ്രേമിക്കാനൊന്നും അറിയില്ല ശരിക്കും. പ്രേമിക്കാനൊക്കെ ചെന്ന് കഴിഞ്ഞിട്ട് അവസാനം കോമഡി ആയിട്ട് മാറും. മനസ്സിലായില്ലേ? ഈ നമ്മൾ പിന്നീട് അവർ കാണുമ്പോൾ, അവർ എന്നെ കാണുമ്പോൾ തന്നെ അവർ നമ്മളെ കാണുമ്പോൾ എവിടെയായിരുന്നു ഇന്നലെ, അങ്ങനെയൊക്കെയല്ലേ. ഇതങ്ങനല്ലേ, പിറ്റേ ദിവസം അവർ കാണുമ്പോൾ അതേ വരുന്നു, നല്ല രസമാണ് വന്നേ, അങ്ങനെയായി. അങ്ങനെ എല്ലാം നശിച്ചു. ആ കോമഡി കൊണ്ട് ആകെ നശിച്ചു പോയത് ഇതൊക്കെയാണ്. പ്രണയം മാത്രമാണ്. പറഞ്ഞു നോക്കി, പക്ഷെ അതൊന്നും ക്ലിക്ക് ചെയ്തില്ല. അവർക്ക് തമാശ ഇഷ്ടമുള്ളൂ, പ്രേമം ഇഷ്ടമല്ല. ഞാൻ എന്ത് ചെയ്യാന്? ഇപ്പൊക്കെ നടക്കുന്നുണ്ട്. നമ്മൾ ചങ്ക് തുറന്നാ പറഞ്ഞത്. പിന്നെ പക്ഷെ അത് അങ്ങടെ എത്തണ്ടേ. ഞാൻ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നമ്മുടെ മുകേഷ് ഈ റാംജി റാവു സ്പീക്കിങ്ങിന്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ പരിപാടിയിലുണ്ട് അന്ന് ഞാൻ പറയാം. ആ ഭാര്യയും ഭർത്താവും ഒരു കുട്ടിയൊക്കെ ആയിട്ട് അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ തമാശകൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീ ഭയങ്കര ചിരിയായി. ഈ സ്ത്രീ മുകേഷ് കൂടി ഇരിപ്പുണ്ട്. അപ്പോൾ ഈ സ്ത്രീ ഇങ്ങനെ ചിരിച്ചപ്പോൾ എനിക്കൊരു ആവേശം വന്നു തുടങ്ങി, തമാശകൾ വീണ്ടും പറയാൻ. അത് പ്രേമവും കാര്യങ്ങളൊന്നുമല്ല, എന്നാലും ഒരു രസം. അപ്പോൾ ഈ അതിൻ്റെ ചിരിക്കാൻ, അതിൻ്റെ ഒരു തമാശകൾ പറയാനുള്ള ആവേശം വരാനുള്ള കാരണം ഇയാളുടെ മുഖത്തൊരു മ്ലാനത, ഈ ഭർത്താവിൻ്റെ. അയാളുടെ മുഖത്ത് ഇങ്ങനെയാ, ഇതിനൊക്കെ എന്തിനാടി ഇത്ര ചിരിക്കണേ, എൻ്റെ കയ്യിലുണ്ടല്ലോ കോമഡി, അങ്ങനെ ഒരിത് അയാളുടെ മുഖത്ത് ഞാൻ പഠിച്ചു. അപ്പം ഞാൻ വീണ്ടും ചേർത്ത് കോമഡി വീണ്ടും ഇട്ടു. അങ്ങനെ ഈ സ്ത്രീ ചിരിച്ച് ഈ സ്ത്രീയുടെ ചിരിച്ചത് കൊണ്ട് ചിരിച്ച് നാണം പോയി എന്ന് പറയില്ലേ, അങ്ങനെയായി. സാരി വീഴുന്നു, ആ സാരി എടുത്തിടുന്നു. അപ്പോഴും ഇയാൾ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുക, ഇതെന്തൊരു. അങ്ങനെ ഇയാൾ സമയമായി പോവാ എന്ന് പറഞ്ഞ ഇയാൾ പെട്ടെന്ന് ദേഷ്യത്തിൽ ഈ സ്ത്രീനെയും കൊണ്ടങ്ങോട്ട് പോവാണ്. അപ്പോൾ ആ കഥയുടെ പകുതിയിൽ വെച്ച് നിൽക്കണത് ഈ തമാശയുടെ. അപ്പോൾ ഈ മുകേഷ്, എനിക്കതാണ് ഏറ്റവും ദേഷ്യം, ഈ മുകേഷിനാണ്. എന്നിട്ട് ചേട്ടാ ബാക്കി പറ. എന്നിട്ട് പിന്നെ അതെന്താ ഉണ്ടായേ? ഞാൻ പറഞ്ഞു, എടാ നീ എന്താ മനസ്സിലാക്കിയത്? നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ട് ഈ കഥ പറഞ്ഞത്. അത് ആ സുന്ദരിക്ക് വേണ്ടിയിട്ടാണ്, അത് മനസ്സിലാക്കുക. മേലിങ്ങനെ പെരുമാറരുത്, ഒരു പിടിയും കിട്ടിയിട്ടില്ല. ഞാൻ അവന് വേണ്ടിയിട്ടല്ല ഞാൻ പറഞ്ഞത്, ഞാൻ ആ സ്ത്രീക്ക് വേണ്ടി പറഞ്ഞതാണ്. അവള് പോയോട് കഥ തീർന്നു. ഇല്ലാത്ത സംഭവങ്ങൾ മനസ്സിലാവാത്ത. ഞാൻ പറഞ്ഞു, മേലിൽ ആ ഒറ്റ കാരണം കൊണ്ട് അവന് അമ്മയിൽ എന്നും പേടി തന്നെ. മുകേഷ് ചോദിച്ചൊരു ചോദ്യമുണ്ട്, വരട്ടെ. ഇന്നസെൻ്റ് ചേട്ടാ നമസ്കാരം. എനിക്ക് ചോദിക്കാനുള്ള 2 ചെറിയ ചോദ്യങ്ങളാണ്. ഇന്നസെൻ്റ് ചേട്ടൻ 14 കൊല്ലമായിട്ട് കേരളത്തിലെ ഏറ്റവും ഗ്ലാമർ സംഘടനയായ അമ്മയുടെ പ്രസിഡൻ്റാണ്. അപ്പം എനിക്ക് ചോദിക്കാനുള്ള ആദ്യത്തെ ചോദ്യം, അമ്മയിൽ ഒരുപാട് മെമ്പർമാരുണ്ട്. അവരെല്ലാവരും തന്നെ ഇന്നസെൻ്റ് ചേട്ടൻ്റെ ഇലക്ഷൻ പ്രചരണത്തിൽ പങ്കെടുക്കും എന്നാഗ്രഹിക്കുന്നുണ്ടോ? പങ്കെടുത്തില്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ശിക്ഷണ നടപടികൾ ഉണ്ടാകുമോ? ചോദ്യം നമ്പർ 2, ഏതെങ്കിലും അമ്മയുടെ മെമ്പർമാർ വന്നു കഴിഞ്ഞാൽ അത് വോട്ട് കുറയാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ആ മെമ്പർമാർ വരരുതേ എന്നാഗ്രഹിക്കുന്നുണ്ടോ? അവരുടെ പേര് പറയണ്ട.
അമ്മയിലെ ആൾക്കാർ ഇലക്ഷൻ പ്രചരണത്തിന് വന്നിട്ടില്ലെങ്കിൽ അവരോട് വല്ലതും അനിഷ്ടമുണ്ടാവുമോ എന്ന് അങ്ങനൊരു സംഭവം ഇതിനകത്തില്ല. കാരണം അമ്മയിൽ നിന്നും ഇതിനേക്കാൾ മുമ്പ് ഇലക്ഷന് നിന്ന സമയത്ത് ഞാൻ ആ ഇലക്ഷനിൽ വർക്ക് ചെയ്യാൻ പോയിട്ടില്ല. എൻ്റെ ആളുകളോട് ആരോടും പോകാനും ഞാൻ പറഞ്ഞിട്ടില്ല, പോകണ്ടെന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അതിൻ്റെയൊക്കെ അപ്പുറത്ത്, രാഷ്ട്രീയത്തിൻ്റെ ഒക്കെ അപ്പുറത്തൊരു സൗഹാർദ്ദം ഉള്ള ആളുകൾക്ക് വേണമെങ്കിൽ വരാം എന്ന് മാത്രമേ ഇതിനകത്തുള്ളൂ. സിനിമ നടീനടന്മാരെയൊക്കെ കാണിച്ചിട്ട് നമ്മൾ വോട്ട് കിട്ടും എന്നെനിക്ക് തോന്നുന്നില്ല. ആ കാണുന്നതോടുകൂടി അതിൻ്റെ ഭംഗി പോയി. അത് കഴിഞ്ഞാൽ പിന്നെ അതില്ല. പക്ഷേ ഒരു പാർട്ടി ഇത് ഇന്നസെൻ്റ് തന്നെയാണ് വേണ്ടത് എന്ന്, അല്ല എന്നോടുള്ള ഇഷ്ടം കൊണ്ട് അവരുടെ ഈ പറഞ്ഞതുപോലെ രാഷ്ട്രീയത്തിന് അപ്പുറത്തുള്ള സൗഹാർദ്ദം അതൊക്കെ വെച്ചിട്ടാണെങ്കിൽ ഓക്കെ. അല്ലാതെ ആരും ഞാനൊരാളെ ക്ഷണിക്കില്ല. ആൾക്കാർക്ക് ഇഷ്ടമുണ്ടാവും, ചിലപ്പോൾ ഒരു പക്ഷേ വിചാരിച്ചിട്ടുണ്ടാവും മമ്മൂട്ടി വരും, മോഹൻലാൽ വരും, ജയറാം വരും, മറ്റൊരു വരും, ഒക്കെ അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അവർ വരാമെന്ന് മാത്രമേ ഉള്ളൂ. ഒരു നിർബന്ധമൊക്കെ അവർക്കൊക്കെ ഓരോരുത്തർക്കും ഓരോ രാഷ്ട്രീയമുണ്ട്. നമ്മളത് ഒരിക്കലും അത് ചൂഷണം ചെയ്യാൻ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ ആഗ്രഹം പാടില്ല. അത്രയേ ഉള്ളൂ. ഇന്നസെൻ്റ് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ് സിദ്ദിഖ്. പലരും പറയാൻ മടിക്കുന്ന സ്വന്തം കഥകൾ, അവരവർ രഹസ്യമാക്കി വയ്ക്കുന്ന ചില നാണക്കേടുകൾ, മാനക്കേടുകൾ, ഇൻസൾട്ടുകൾ, ഇതൊന്നും പലരും പുറത്തു പറയില്ല. പക്ഷെ ചേട്ടൻ അങ്ങനെയല്ല. അതിനകത്തുള്ള രസം കണ്ടെത്തിയിട്ട് അത് പലപ്പോഴും പറയാറുണ്ട്, എല്ലാവരോടും ഷെയർ ചെയ്യാറുണ്ട്. അത് തന്നെയാണ് ചേട്ടൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഞാൻ പ്രേക്ഷകരോട് ചേട്ടൻ പങ്കുവെക്കണം എന്ന് പറഞ്ഞ ഒരു അനുഭവം ഞാൻ പറയാം. ചേട്ടൻ അത് എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ, ചേട്ടൻ മറന്നുപോയോ എന്നും എനിക്കറിഞ്ഞൂടാ. ഫീൽഡിൽ നിന്ന് ഔട്ടായി എന്ന് ഏറ്റവും അവസാനമായി മനസ്സിലാക്കുന്ന അയാൾ നമ്മളാണ് എന്ന് പറഞ്ഞിട്ട് ചേട്ടൻ ഒരിക്കലൊരു കഥ പറഞ്ഞു. ചേട്ടൻ്റെ വീട്ടിലെ ഫോൺ ഡെഡായ കഥ. ആ കഥ ഞാൻ ഇടയ്ക്കിടയ്ക്കിരുന്ന് ആലോചിച്ചിരിക്കാറുണ്ട്. കാരണം ഇങ്ങനെ ഒരു തമാശ, അല്ലെങ്കിൽ ഇങ്ങനെ ഇത് നടന്നതാണോ നടക്കാത്തതാണോ, എന്തായാലും അത് ഭാവനയിലാണെങ്കിൽ പോലും, അങ്ങനെ ഭാവനയിൽ പോലും ചിന്തിക്കാൻ പോലും ആരും ആഗ്രഹിക്കില്ല. ഇനി അങ്ങനെ വന്നാൽ തന്നെ അത് ആരോടും പറയില്ല. പക്ഷേ ചേട്ടൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും അതാണ്. ആ കഥ പ്രേക്ഷകരോടൊന്ന് പങ്കുവെക്കണം എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ഒന്ന് പറയണം എനിക്ക് വേണ്ടി ചേട്ടൻ ഒരിക്കൽ കൂടി. അതിൻ്റെ കാര്യം എന്താ വെച്ചാൽ, എൻ്റെ വീട്ടിൽ നമ്മൾ ഈ മൊബൈൽ ഫോണൊക്കെ വരുന്നതിനേക്കാൾ മുമ്പ് വീട്ടിലെ ആ മറ്റേ ഫോണുള്ളൂ, അതിനെന്താ പറയുമ്പോൾ ടേപ്പ് ഫോൺ, ലാൻഡ് ഫോണുള്ളൂ. അപ്പോൾ ആ ലാൻഡ് ഫോൺ കുറച്ച് ദിവസമായിട്ട് മിണ്ടണില്ല. പണ്ടിങ്ങനെ കറക്കുന്നു. അതിൽ വലിയ ഫോണൊന്നും വരുന്നില്ല. മാത്രമല്ല ഞാൻ വീട്ടിൽ ഇരിപ്പുണ്ട്. അപ്പോൾ അങ്ങനെ കാര്യമായിട്ട് ഫോണൊക്കെ വരുന്നുണ്ട്, എന്നാലും കാര്യമായിട്ടുള്ള ഫോണുകൾ ഇങ്ങനെ വരാണ്ടായപ്പോൾ ഞാൻ ഉടനെ നമ്മുടെ ടെലിഫോൺ എക്സ്ചേഞ്ചിലേക്ക് വിളിച്ചു. എന്താണ് നിങ്ങളുടെ പ്രശ്നം, ഈ ഫോണൊക്കെ ഒന്ന് ശരിയാക്ക് എന്നൊക്കെ പറഞ്ഞാൽ അവർ അവിടെ പറഞ്ഞു ഞങ്ങൾ റെഡിയാക്കിയിട്ടുണ്ട്, ഇവിടെ വരുന്നു, ഇവിടെ കുത്തുന്നു. സാറേ കുഴപ്പമൊന്നുമില്ലല്ലോ, വീണ്ടും ഇത് തന്നെ, വീണ്ടും ഇത് തന്നെ. അപ്പോൾ ഒരാഴ്ചയായി, രണ്ടാഴ്ചയായി, മൂന്നാഴ്ചയായി. അപ്പോൾ അന്ന് ലോനപ്പൻ നമ്പാടനാണ്, MP അത് MLA ആണെന്ന് അറിയില്ല. അദ്ദേഹത്തോട് പറഞ്ഞു ഈ ഫോൺകാരുണ്ട് ഇവിടെ എക്സ്ചേഞ്ചിൽ വിളിച്ചൊന്ന് പറയണം, അവരുടെ ഇടയ്ക്ക് മോശമാണ്, അവരുടെ അലസത കൊണ്ടാണ് ഫോൺ നമുക്ക് ആരും വിളിക്കുന്നത് കിട്ടുന്നില്ല, അതുകൊണ്ടാണ് എന്നൊന്ന് പറയാൻ പറഞ്ഞിട്ട് ഞാൻ ഇദ്ദേഹത്തിനോട് പറഞ്ഞു. അദ്ദേഹം അവിടെ പോയി പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ അവർ കാര്യമായിട്ട് അതൊക്കെ കഴിഞ്ഞ് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ അവസാനം ലോനപ്പൻ നമ്പാടൻ എന്ന് പറഞ്ഞ MLA അയാളോട് അവർ പറഞ്ഞു, ഇത്ര ഫോൺ കേടായിട്ടൊന്നുമല്ല, അയാൾ സിനിമയിൽ നിന്ന് ഔട്ടായി, ആരും വിളിക്കുന്നില്ല, അത് തന്നെ ഫോൺ വരാത്തത്. മനസ്സിലായില്ലോ? ആ കാര്യമാണ് സിദ്ദിഖ്. ഇത് ഞാൻ പറയുകയും അത് എഴുതുകയും ചെയ്തു. സാധാരണ അങ്ങനെ ആരും പറയില്ല, പേടിച്ചിട്ട്. കാരണം അതോടുകൂടി ഒരു കരിനാവ് എന്നൊക്കെ പറയില്ല. അതെ, നാവ് അതുപോലെ വന്നു എന്നുള്ളത്. പക്ഷെ താങ്കളെല്ലാം എഴുതും. താങ്കളുടെ ഏറ്റവും പ്രത്യേകത വെച്ചാൽ താങ്കളുടെ പുസ്തകങ്ങൾ, അതേക്കുറിച്ച് പരാമർശിക്കാതെ നമുക്ക് പോകാൻ പറ്റില്ല. താങ്കളുടെ സംസാരം പോലെയും സിനിമ പോലെയും അഭിനയം പോലെയും ഒക്കെ തന്നെ ഹൃദ്യമാണ് താങ്കളുടെ ഓരോ പുസ്തകങ്ങളും. ഇതെന്താ ഇങ്ങനെ എഴുതി ഫലിപ്പിക്കാനുള്ള താങ്കളുടെ ഒരു കഴിവ്? എഴുതി ഫലിപ്പിക്കാനുള്ള കാരണക്കാരൻ ഒരാൾ ഈ സത്യൻ അന്തിക്കാടാണ്. പിന്നെ എനിക്ക് ഒരു പ്രചോദനം, നമ്മൾ മരിച്ചുപോയ നരേന്ദ്രപ്രസാദ് സാർ, അതുപോലെ ഹിന്ദിയിൽ ഓംപുരി എന്ന് പറയുന്ന നടൻ, അദ്ദേഹം ഞാനൊരു പടത്തിലായിട്ട് അഭിനയിക്കുമ്പോൾ ഞാൻ ചില കാര്യങ്ങൾ അദ്ദേഹത്തിന് ഹിന്ദിയിൽ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു തുടങ്ങി. അപ്പോൾ അങ്ങനെ ഹിന്ദി പോയി ഇടയ്ക്ക് അഭിനയിച്ചിരുന്നു, ഹിന്ദി പോയിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അല്ലാതെ മലയാളത്തിൽ അദ്ദേഹം അഭിനയിക്കാൻ വന്നപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞു കേട്ടോ, അയാൾ ഒരു 3 കഥകൾ ചെറുത് പറഞ്ഞു കഴിഞ്ഞ് നോക്കി. അയാൾ പറഞ്ഞു, മിസ്റ്റർ ഇന്നസെൻ്റ്,
आप एक काम करो, लिखो, तुम लिखना वाला है, तुमको मालूम नहीं है, तुम एक्टर नहीं है എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ ഇത് ഭയങ്കര നല്ല ഹിന്ദിയാണ് ഇപ്പോൾ പറഞ്ഞ കേട്ടോ. ഓ അപ്പോൾ ये इनोसेंट साहब तो आप तो पार्लियामेंट जाके तो ऐसा ये स्पीच करना सकते हैं. पार्लियामेंट जाने को मैं तैयार है जी. अच्छा. ये वोट मिलना है. हाँ, मई 16 के बाद तो आप जरूर जाना है वहाँ. ओके, अच्छा है. हाँ. आपका जीप अच्छा आता है. अब ओमपुरी എന്താ പറഞ്ഞ ഒന്നും കൂടി പറഞ്ഞേ. അപ്പോൾ अब लिखना वाला है. आप लिखना वाला है क्योंकि तुम सिनेमा में क्या काम करना है छोड़ो എന്ന് പറഞ്ഞു. സിനിമ വേണ്ടാന്ന് വെക്കി, നിങ്ങൾ എഴുതണം. അപ്പോൾ ഇത്രയും ഒരു പ്രചോദനം നമുക്ക് കിട്ടിയപ്പോൾ എനിക്ക് തോന്നി എന്തെങ്കിലുമൊക്കെ നമുക്ക് എഴുതി എന്താണ് കുഴപ്പം. അങ്ങനെ എഴുതി ഓരോ കാലത്തും ഓരോരുത്തരും നമ്മളെ സഹായിക്കാൻ. ഇപ്പോൾ ഞാൻ ഈ അവസാനമൊക്കെ എഴുതിയ പുസ്തകത്തിനകത്ത് എന്നെ സഹായിക്കുന്നത് ശ്രീകാന്ത് കോട്ടയ്ക്കൽ എന്ന് പറയുന്ന ആളാണ്. അയാൾ എൻ്റെ അടുക്കൽ വരാനുള്ളൊരു കാരണം തന്നെ ഈ സത്യൻ അന്തിക്കാടാണ്. അദ്ദേഹം ചോദിച്ചു നമുക്ക് സിനിമയിൽ ആരെങ്കിലും നമുക്ക് പറ്റിയ ആളുകൾ. അപ്പോൾ പറഞ്ഞു ഇന്നസെൻ്റായിട്ട് നമുക്ക് സംസാരിക്കാം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പല പുസ്തകങ്ങളും ഒരു കൂട്ടിന്. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായാൽ അപ്പോൾ വിളിച്ച് പറയും. അപ്പോൾ അദ്ദേഹം ഒരു രൂപരേഖ ഉണ്ടാക്കും അതിന്. അപ്പം ഞാനും കൂടിയിരുന്ന് അങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇപ്പോഴാണ് ഒരു പുസ്തകം ക്യാൻസർ. ഈ പുസ്തകങ്ങളെല്ലാം പ്രചോദനമാണ് ആൾക്കാർക്ക്. ഒരുപക്ഷെ ജീവിതത്തിൻ്റെ തീക്ഷ്ണമായ യാഥാർത്ഥ്യങ്ങൾ അറിയുന്നതോടൊപ്പം തന്നെ എങ്ങനെയാണ് ആ യാഥാർത്ഥ്യങ്ങളെ മുഖാമുഖം ചെയ്യേണ്ടത്, ഫേസ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കുന്ന വരികളാണതെല്ലാം. എന്തായാലും ഈ ഇലക്ഷൻ ക്യാമ്പയിൻ കാലഘട്ടത്തിൽ നിന്ന് ഒരു 1-2 പുസ്തകങ്ങൾ താങ്കൾ ഇറക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഉണ്ട്, ഇപ്പം തന്നെ ഏറെക്കുറെ ആയിക്കഴിഞ്ഞിരിക്കുന്നത്. അല്ല, ഇത് തന്നെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് മഹാഭാരതം പോലെ വാല്യങ്ങൾ കൂടി വരുമെന്ന് മാത്രമേ എനിക്കറിയാം. നിരവധി വാല്യങ്ങളുള്ള ഒരു പുസ്തകം താങ്കൾ ഈ ക്യാമ്പയിനിൽ നിന്ന് പുറത്തേക്ക് വരട്ടെ. അതോടൊപ്പം തന്നെ താങ്കൾ ഇപ്പം പറഞ്ഞ ഓംപുരിയുടെ വാക്കുകൾ, ലിഖ്നാ വാലാ ഹൈ, സിനിമ ചോടു എന്ന് ഞാൻ പറയില്ല. സിനിമ വിടാതെ തന്നെ താങ്കൾ ഈ ഭാഷയിൽ, ഓംപുരി സംസാരിച്ച ഭാഷയിൽ പാർലമെൻറ്റിൽ പോയി സംസാരിക്കട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഇത്രയും നേരം ഞങ്ങളുമായിട്ട് പങ്കുവച്ചതിന് വളരെ 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 നന്ദി.